കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഈസി പഴംപൊരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഏത്തക്കയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ അച്ചു വേണമല്ലോ എല്ലാം കഴിക്കാൻ. അപ്പം ഞാൻ പ്രത്യേകം പറയുവാണ്, ഇതിപ്പോൾ ഞാനൊരു ചെറിയ ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാം. എന്നിട്ട് ഇത് പച്ചയ്ക്ക് എടുക്കാം, പുഴുങ്ങിയെടുക്കാം, അവരവരുടെ ഇഷ്ടം. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പച്ചയായിട്ടെടുത്താൽ അതൊരു ടേസ്റ്റ്. ചിലർക്ക് പച്ചയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ട്. അച്ചുവിനൊന്നും പുഴുങ്ങി ഇഷ്ടമല്ല. പുഴുങ്ങിയെടുക്കാം, ഇല്ലെങ്കിൽ നെയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു ഇടാം, ഇല്ലെങ്കിൽ പഴംപൊരി പോലെ തന്നെ എണ്ണയിൽ വറുത്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അകത്തുനിന്ന് നമുക്ക് ഇതങ്ങെടുത്ത് മാറ്റാം. ഈ നടുക്കത്തേക്ക് എടുത്തപ്പോഴേ ആ ഒരു കുഞ്ഞത് പോരാൻ തോന്നിയിട്ട് 2 കുഞ്ഞത് എടുത്തേ. എന്നിട്ട് ആ നടുക്കത്തെ എല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ ഇതിൽ മിക്സിയിലിട്ടൊന്ന് അടിക്കാൻ പോവുകയാണ്. ഈ അടിക്കുമ്പം നമുക്ക് വെള്ളം പോരാൻ തോന്നുവാണെങ്കിൽ ഈ പാലൊഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഈ 2 എടുത്തിട്ട് തന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി പാലൊഴിച്ചാണ് കറക്കിയെടുത്തത്. ഇതിൽ ഒന്ന് മാവിടാം. ഇതിൻ്റെ പകുതി മാവ് നമുക്കിടാം. മാവ് കൂടിയാലും കൊള്ളത്തില്ല, പഴത്തിൻ്റെ ടേസ്റ്റ് വേണമല്ലോ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇടാം, ആവശ്യത്തിന് പഞ്ചസാര ഇടാം, മതി. ഇച്ചിരി പാലൊഴിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച്, പഞ്ചസാര അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഇടണം കേട്ടോ. എന്നിട്ട് ഒന്നുകിൽ പാലിൻ്റെ കവറ് ഇതുപോലെ എടുത്ത് വയ്ക്കുക, അല്ല കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് വെച്ച് ഇങ്ങനെ ഗ്ലാസിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് അതിൻ്റെ അകത്തോട്ട് നമുക്കിത് ഒഴിക്കാം. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇത് പോരാ. വലിയ 2 ഏത്തക്കയോ എല്ലാവർക്കും ചേർത്തുണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് അധികം വേണമല്ലോ. ഇതിപ്പോൾ ഞാനും അച്ചുവും മാത്രമേ ഉള്ളൂ. അച്ചുവും ഇപ്പം മധുരമൊക്കെ നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. അവരവരുടെ ഇഷ്ടത്തിന് കൂടുതലെടുക്കുക. ഇതിൻ്റെ അറ്റം ഇനിയൊന്ന് വെട്ടണം. നെയ്യ് ഒഴിക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ്. കുഞ്ഞുങ്ങൾ കഴിക്കാനും ഒക്കെ ഇതുപോലെ ചെയ്താൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളും, അതിനു വേണ്ടിയാണ്. പിന്നെ നല്ലതായിട്ട് വരയ്ക്കാനൊക്കെ കഴിവുള്ളവർ ആ രീതിയിലും വരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെയൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല മറ്റേ വാഴയ്ക്കാപ്പത്തിനെക്കാട്ടിലും ടേസ്റ്റാണ് ഇത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തിരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറ ഓഫ് ആയതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതെ പോയത്. എന്നിട്ടൊരു പാത്രം റെഡിയാക്കിയിട്ട് നമുക്കിത് എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ എടുക്കാം. ബാക്കിയും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാമേ. ഒരു രസം. അപ്പം എൻ്റെ പഴംപൊരി ഇതാണ് കേട്ടോ. പഴം മിക്സിൻ്റെ കൂടെ അരച്ച് ചേർത്ത പഴംപൊരി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമ്മാ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. പ്രത്യേകം ഓർക്കുക, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റോൾ ചെയ്ത് കാണിച്ചു. അതെന്ന് പറഞ്ഞാൽ പഴം ഇടാതെ
വെറും അതിൻ്റെ നമ്മൾ ഈ പഴംപൊരിക്ക് പുറമേ ഇടുന്ന മാവൊക്കെയാണ് റോളാവുന്നത്. അപ്പം നടുക്ക് പഴം വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ പഴം അരച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ദോശ പോലെ മാത്രം വരുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.